ഒരു സമ്മർദ്ദം ഇസ്രായേലിന് മേലുണ്ട്, അതുകൊണ്ട് ഇസ്രായേൽ ആ സമ്മർദ്ദത്തിന് അടിപ്പെട്ട് വഴങ്ങുകയാണ് എന്ന്. അതിൻ്റെ പിക്ചർ കറക്റ്റായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ പീസ് പ്ലാനിൻ്റെ തലേ ദിവസത്തെ അന്തരീക്ഷം എന്താണ്, അന്താരാഷ്ട്ര അന്തരീക്ഷം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അന്തരീക്ഷം എന്തായിരുന്നു? അറേബ്യൻ രാഷ്ട്രങ്ങൾ നാറ്റോ ശക്തി രൂപീകരിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ നിൽക്കണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ യൂറോപ്യൻ രാഷ്ട്രങ്ങളും അവരുടെ നാറ്റോ ശക്തിയും കൂടെ ചേർന്ന് ഇസ്രായേലി കാണിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ശരിക്കും പ്രതിയായി നിന്നത് US-ഉം ഇസ്രായേലും മാത്രമായിരുന്നു. US ഖത്തറിൽ ബേസ് ഉണ്ടാക്കി അവരെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിൻ്റെ ആക്രമണത്തെ സംരക്ഷിക്കാൻ നിന്നില്ല എന്നുള്ള വിഷമം അവർക്ക് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ US-ഉം ഇസ്രായേലും ലോകത്തെ രാഷ്ട്രങ്ങളുടെ ഇടയിൽ ഒറ്റപ്പെടുകയാണ് ചെയ്തത്. ആ ഒറ്റപ്പെട്ടതിനെ സുന്ദരമായ ഒരു പീസ് പ്ലാൻ എന്ന് പറഞ്ഞ ഒരു ചീറ്റ് പ്ലാനും കൊണ്ടുവന്ന് ലോകത്തിൻ്റെ മനസ്സാക്ഷിക്ക് മുമ്പിൽ ഒരു മറയിട്ടുകൊണ്ട് ഒന്നാം തരമായിട്ട് ഒരു പറ്റിപ്പാണ് നടത്തിയത് എന്നുള്ളതിന് സംശയമില്ല. പക്ഷേ ലോകരാഷ്ട്രങ്ങളെല്ലാം ഇത് അംഗീകരിക്കേണ്ട ഒരു സാഹചര്യം വന്നു എന്നുള്ളത് സത്യമാണ്. ഈ പീസ് പ്ലാനിൽ പറയുന്നത് എന്താണ്? ഈ പീസ് പ്ലാൻ ആരാണ് തയ്യാറാക്കിയത്? ഈ പീസ് പ്ലാൻ തയ്യാറാക്കാനായിട്ട് നെതന്യാഹു അമേരിക്കയിൽ പോകുന്നു. ട്രംപും നെതന്യാഹുവും കൂടെ ഇരുന്ന് പീസ് പ്ലാൻ തയ്യാറാക്കുന്നു. എന്നിട്ട് ട്രംപ് വിധം മാറിയ വിധത്തിൽ നിൽക്കുന്നു. നെതന്യാഹുവിനോട് കണ്ണുരുട്ടുന്നു. പെട്ടെന്ന് തന്നെ ഖത്തറിലെ പ്രൈം മിനിസ്റ്ററെ വിളിക്കൂ, അദ്ദേഹത്തോട് മാപ്പ് പറയൂ, ഞാൻ ഇവിടെ പുറത്തിറക്കുന്ന ഈ 20 പോയിൻ്റ് പീസ് പ്ലാൻ നിങ്ങൾ അംഗീകരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഒച്ച വയ്ക്കുകയും ഇതെല്ലാം കേട്ടിട്ട് ഉടനെ തന്നെ ഇതൊരു യഥാർത്ഥ പീസ് പ്ലാൻ ആണെന്നുള്ള മട്ടിൽ പല ലോകരാഷ്ട്രങ്ങളും അവർക്ക് സല്യൂട്ട് അടിക്കുന്ന ഒരു കാര്യമാണ് കണ്ടത്. പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇതിനെ അനുകൂലിച്ചപ്പോൾ ഹമാസിന് മറ്റൊരു ഗതിയില്ലാതായിപ്പോയി. മരിക്കൂ അല്ലെങ്കിൽ കീഴടങ്ങൂ എന്നാണ് ഇന്നലെ ട്രംപ് പറഞ്ഞ വാചകത്തിൻ്റെ അർത്ഥം. നരകം തലയ്ക്ക് മേൽ വീഴാൻ പോകുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. നിങ്ങൾ ഒന്നുകിൽ മരിക്കുക അല്ലെങ്കിൽ കീഴടങ്ങുക. ഹമാസിന് മറ്റൊരു മാർഗമില്ല. അവർക്ക് ഒരു ലാസ്റ്റ് അഭയമെന്ന് പറയാവുന്ന ഖത്തർ പോലും അവർക്ക് ഒരു താവളമായിട്ട് നിർത്താൻ പറ്റുമോ എന്ന് ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായതെന്നുള്ളതാണ് സത്യം. എന്നാൽ പോലും അവർ മീഡിയേറ്റർ വഴി പറഞ്ഞത് ഞങ്ങളിത് പൂർണ്ണമായിട്ട് അവർ ട്രംപിനെ പ്രകീർത്തിച്ചു. ട്രംപിനോട് പറഞ്ഞു ഈ പീസ് പ്ലാൻ കൊണ്ടുവന്ന ട്രംപിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. മറ്റു രാഷ്ട്രങ്ങൾ പറയുന്ന പോലെ ഹമാസും മീഡിയേറ്റർ വഴി അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവർ പറയുന്നത് പൂർണ്ണമായും ഞങ്ങൾ ഇതിനെ അംഗീകരിക്കാൻ തയ്യാറില്ല, ഞങ്ങൾക്ക് കുറേ നെഗോസിയേഷൻസ് നടത്താനുണ്ട്, ആ നെഗോസിയേഷൻസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിലെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ ഒക്കൂ. ഇപ്പോൾ ഗാസയിലുള്ള ബന്ദികളെ അതിൽ നഷ്ടമുണ്ടാകാൻ പോകുന്നത് ഗാസയ്ക്കാണ്. തീർച്ചയായിട്ടും അതല്ലേ ഞാൻ പറഞ്ഞു, ഇത് പീസ് പ്ലാൻ അല്ല, ഒരു ചീറ്റ് പ്ലാൻ ആണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇത് ഹമാസിനറിയാം, അറബ് രാഷ്ട്രങ്ങൾക്കും അറിയാമെന്നാണ് പൂർണ്ണമായും നമുക്കൊക്കെ വിശ്വസിക്കേണ്ടത്. കാരണം അവരുടെ തലയിലും ബുദ്ധിയാണല്ലോ ഉള്ളത്, അവർക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് അംഗീകരിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഒരുപക്ഷെ മെഡിറ്ററേനിയൻ മേഖലയിൽ അവിടുത്തെ സീ ഉൾപ്പെടെ ട്രേഡ് ഉൾപ്പെടെ അതുപോലെ തന്നെ വെസ്റ്റ് ഏരിയ മുഴുവൻ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് വീണ്ടും പോവുകയും അതിശക്തമായിട്ട് അതാണ് അമേരിക്ക പറഞ്ഞത്, ഈ പീസ് പ്ലാൻ അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ കടുത്ത നടപടികളിലേക്ക് നീങ്ങും. പിന്നെ ഒരുപക്ഷെ ചിലപ്പോൾ ഇസ്രായേൽ ആയിരിക്കില്ല, ഞങ്ങളായിരിക്കും മുമ്പിട്ട് ഇറങ്ങുക എന്നുള്ള മട്ടിലാണ് ട്രംപ് വാചകം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ വിപത്തിലേക്കാണ് പോകുന്നത് എന്ന് എല്ലാ അർത്ഥത്തിലും ചേട്ടനും അനിയനും കൂടെ തീരുമാനിച്ചിട്ട് നെതന്യാഹു ഇപ്പോഴും പറയുന്നത് അമേരിക്കയുടെ പ്ലാൻ, ട്രംപിന്റെ പ്ലാൻ എന്നാണ്. പക്ഷേ ഇത് അവർ രണ്ടുപേരും കൂടെ ചേർന്ന ഉണ്ടാക്കിയ പ്ലാനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഷാക്കിർ പറഞ്ഞ കാര്യം താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ, ഇസ്രായേൽ ഇവിടെ സമ്മർദ്ദത്തിന് അടിപ്പെടുകയായിരുന്നു എന്ന്. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? അങ്ങനെ യോജിക്കാൻ കഴിയില്ല. കാരണം എന്താണ് ആ പീസ് പ്ലാൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് ആർക്കാണ് കൂടുതൽ ബൈൻഡിങ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആരാണ് അതിനോട് റെസിസ്റ്റൻസ് പ്രകടിപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. നോക്കൂ, ഇതിലെ നിർദ്ദേശങ്ങൾ ഭൂരിപക്ഷവും ബാധകമായിരിക്കുന്നത് ഹമാസിനാണ്. ഹമാസിൻ്റെ കറൻ്റ്ലി ഉള്ള ഒരു പൊസിഷനെയാണ് അത് ഓൾട്ടർ ചെയ്യുന്നത്. നേരെ മറിച്ച് ഗ്രാജുവലായിട്ടുള്ള ഗാസയിൽ നിന്നുള്ള പിന്മാറ്റം എന്ന് പറയുന്നതോ മറ്റ് ഉപാധികളോ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഇസ്രായേൽ ചെയ്യേണ്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തന്നെ ഇസ്രായേൽ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിരിക്കുന്ന അവരുടെ പൊസിഷനാണ്. അതായത് അവർ തന്നെ പറഞ്ഞിരിക്കുന്നത് അവിടെ ഹോസ്റ്റേജസ് ആയിട്ട് കൊണ്ടുപോയിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണോ അവരെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുമെന്നതിനെക്കുറിച്ച് IDF പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേൽ ഗവൺമെൻറ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പുതുതായിട്ടുള്ള ഒരു കാര്യവും ഇസ്രായേലിനെ ഫോഴ്സ് ചെയ്തിട്ട് അവിടെ കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത.
രണ്ടാമത്തെ കാര്യം, ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഈ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഹമാസിന്റെ ഗാസ സ്ട്രിപ്പിലുള്ള അധികാരത്തിനെ പൂർണ്ണമായും ഇല്ലാതെയാക്കുകയും ഹമാസിനെ നിരായുധീകരിക്കുകയും ചെയ്യുക എന്നുള്ള പർപ്പസിലാണ്. ആ പർപ്പസിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്ലാനിനെ നമുക്ക് എങ്ങനെയാണത് ഹമാസിന് അനുകൂലമാണ് എന്നോ അല്ലെങ്കിൽ അത് ഇസ്രായേലിനാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്നോ പറയുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിന്റെ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് ട്രംപ് പറയുന്നതാണ് ദിസ് ഈസ് യുവർ ലാസ്റ്റ് ചാൻസ് എന്നാണ്. ആരോടാ പറയുന്നത്? ഹമാസിനോടാ പറയുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരാളിനോട് നിങ്ങളിത് അക്സെപ്റ്റ് ചെയ്തു, ഇത് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണ്, അത് കഴിഞ്ഞില്ല, അത് നിങ്ങൾ ആ സമയത്തും അക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ മറ്റൊരാളും ഈ ലോകത്ത് കണ്ടിട്ടില്ലാത്ത വിധമുള്ള നരകമാണ് നിങ്ങൾ ഇനി അനുഭവിക്കാൻ പോകുന്നത് എന്നൊരാളിനോട് പറഞ്ഞാൽ അയാളാണ് വിജയി എന്നൊക്കെ പറയേണ്ടത്. എന്ത് തരത്തിലുള്ള കോമൺ സെൻസ് ആണ് നമുക്കുള്ളത് എന്നുള്ളത് നമ്മൾ തന്നെ ആലോചിച്ച് നോക്കേണ്ടതാണ്. ഒരാളിനെ വിളിച്ചിരുത്തിയിട്ട് നീ ഇത് എടുത്തോ, ഇത് നിനക്ക് എടുക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നാളെ നിനക്ക് നരകമാണ് കിട്ടാൻ പോകുന്നത് എന്നൊരാളിനോട് വാൺ ചെയ്ത് കഴിഞ്ഞാൽ അത് അയാളുടെ ജയമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാജയപ്പെടുന്ന ആളിനോട് പിന്നെ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നുള്ള ഭാഷ എനിക്ക് മനസ്സിലാകുന്നില്ല സത്യമായിട്ടും. തന്നെയല്ല, നോക്കൂ, ഇതിൽ സീസ് ഫയറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഹോസ്റ്റേജസിനെ കൈമാറ്റം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് ആ നമ്പേഴ്സ് വെച്ചിട്ട് അതിനെ ഇക്വേറ്റ് ചെയ്തിട്ട് പറയുന്നതിൻ്റെ കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല. ഷാക്കിർ അതുകൂടി പറഞ്ഞു. അതായത് റിലീസ് ചെയ്യേണ്ടുന്ന ഹോസ്റ്റേജസിന്റെ എണ്ണത്തിനേക്കാൾ എത്രയോ കൂടുതലാണ് പ്രിസണേഴ്സിന്റെ എണ്ണമെന്ന്. അത് അവരുടെ രാജ്യം അവരുടെ പൗരന്മാരെ അത്രത്തോളം വിലമതിക്കുന്നു എന്നതുകൊണ്ടാണ്. അവർ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്ന ആൾക്കാരെ മാത്രമല്ലേ തിരിച്ചു ചോദിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതല്ലാതെ ഞങ്ങൾ കുറച്ചുകൂടെ ആൾക്കാരെ എവിടെ നിന്നെങ്കിലും നിങ്ങൾ അഡീഷണൽ ആയിട്ട് കൊണ്ടുതരണം എന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? എന്തിലാണ് ഹമാസ് ഇപ്പോഴും ഉടക്കി നിൽക്കുന്നത്? പൂർണ്ണമായിട്ടുള്ള ഡിസാർമമെന്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഡീമിലിറ്ററൈസേഷൻ അത് പറ്റില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹമാസിന് അവിടെയുള്ള എല്ലാവിധ ഒഫൻസീവ് കേപ്പബിലിറ്റിയും അവർക്ക് നഷ്ടപ്പെടും, മിലിറ്ററി കേപ്പബിലിറ്റി നഷ്ടപ്പെടും. അവിടെയുള്ള ടണലുകളിലാണെങ്കിലും വെപ്പൺ സ്റ്റോക്ക് പൈലിലാണെങ്കിലും എല്ലാം തന്നെ അവർക്ക് അതിനെ എല്ലാം തന്നെ സറണ്ടർ ചെയ്യേണ്ടി വരും. അങ്ങനെ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവിടുത്തെ ഗവേണൻസിൽ, അവിടുത്തെ ഓപ്പറേഷൻസിൽ ഒരു തരത്തിലുമുള്ള പങ്കില്ലാതെ വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം പിന്നെന്താണ്? ആ ട്രാൻസിഷണലായിട്ട് വരുന്ന ഗവൺമെന്റിൽ അതിന്റെ ഗവേണൻസിൽ അവർക്ക് എന്തെങ്കിലും പങ്കുണ്ട് എന്നാണോ? ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇന്റർനാഷണൽ ഓവർസൈറ്റോട് കൂടിയിട്ടാണ്